ഇന്ന് നമ്മുടെ പരിപാടി ആലപ്പുഴ ജിംഖാനയാണ്. പടം കണ്ടു, രാവിലെ തന്നെ പോയി കണ്ടു. ഫസ്റ്റ് ഷോ ആയിരുന്നു, മോർണിംഗ് ഷോ തന്നെ കണ്ടു. നമ്മുടെ തല്ലുമല ടീമിന്റെ അടുത്ത പടമാണ്. ഖാലിദ് റഹ്മാൻ ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ റൈറ്റിംഗ് കൂടിയാണോ ഖാലിദ് തന്നെയാണോ അറിയില്ല. നസ്രീൻ, അതുപോലെ തന്നെ ഗണപതി. ഛായാഗ്രഹണം, അത് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് ജിംഷി ഖാലിദാണ്. മ്യൂസിക് വിഷ്ണു നിശ്ചയ്. തല്ലുമല ടീമിന്റെ ഒരു സെയിം പരിപാടി. ഇതൊരു ടീനേജ് ബോയ്സിന്റെ കഥയാണ്. ഒരു +2 കഴിഞ്ഞ കുറച്ച് ടീനേജ് ബോയ്സ് അവര് ബോക്സിംഗ് പഠിക്കാൻ ഇറങ്ങുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ കണ്ടുവന്ന ഒരു ഖാലിദ് റഹ്മാൻ പടങ്ങളുടെ ഒരു പഞ്ച് ഈ പടത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ മെയിൻ കാരണമായിട്ട് തോന്നുന്നത്, ഈ കഥ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് പല സ്ഥലത്തും മിസ്സിംഗ് ആണ്. അത് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടല്ല പടം എടുക്കേണ്ടതെന്ന് അറിയാമെങ്കിലും യൂഷ്വലി വരേണ്ട കുറച്ച് സംഭവങ്ങൾ, ഒരു സീൻ എലിവേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഒരു പരിപാടികൾ, ഒരു ഇമ്പാക്ട് നമുക്ക് കഥയിലുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് നമുക്ക് പടത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നോ രണ്ടോ സീൻ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഖാലിദ് റഹ്മാന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഫൈറ്റുകളൊക്കെ ഭയങ്കര തല്ലുമാല കണ്ടിട്ട് ഭയങ്കര ഫൈറ്റ് ഉണ്ടായിരിക്കും. കാരണം ഒന്നാമത് ഗുസ്തി പടം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ഫൈറ്റ് മാത്രല്ല, തല്ലുമാലയില് കോസ്റ്റ്യൂംസ് മുതൽ പരിപാടികൾ എല്ലാത്തിലും ഒരു ഡിഫറൻസ് വരുത്തിയൊരു പടമാണ് തല്ലുമാല. ഒരു പക്ഷെ അത് ആ റീജിയന്റെ ആയിരിക്കാം, കാരണം മലപ്പുറം, കാസർഗോഡ് റീജിയണിൽ അങ്ങനെയുള്ള ആ റീജിയണൽ പരിപാടി പിടിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. പക്ഷെ ഇതിൽ വന്നു കഴിയുമ്പോ ഇങ്ങനത്തെ ഒരു റീജിയണൽ പരിപാടിയോ അല്ലെങ്കിൽ ഈ ആലപ്പുഴ പ്രതികരിച്ചുള്ള സംഭവം ആയിട്ട് കണ്ടുവരുന്ന ബോക്സിംഗ് സിനിമകളിൽ അപേക്ഷിച്ച് ഈ പടം ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഒരു എന്താ പറയാ, ദാവീദൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാം ക്ലൈമാക്സ് ഇന്നതായിരിക്കും, ഫൈറ്റർ ജയിക്കും, അല്ലെങ്കിൽ പക്ഷെ ക്ലൈമാക്സിലും ദാവീദിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരിക്കും. കാരണം നമ്മൾ നെസ്ലനൊക്കെ ചെയ്യുമ്പോൾ നെസ്ലനെ നായകനായിട്ടാണ് മാർക്കറ്റിംഗും പരിപാടികളൊക്കെ നടന്നെങ്കിൽ കൂടി ഞാൻ നിന്റെ പറഞ്ഞത് റൈറ്റിംഗിൽ ഒരു ബ്രില്യൻസ് ആണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. അത് ഈ പടത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് നെസ്ലൻ നായകനാണെന്ന് പറയുന്നില്ല, പക്ഷേ നെസ്ലന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഓരോ സമയത്ത് പോയിന്റ് ഓഫ് വ്യൂ മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നസ്ലിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുന്നുണ്ട്, ലുക്മാന്റെ പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഗണപതിയുടെ പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ മെയിൻ ആയിട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നെസ്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. നെസ്ലൻ ചെയ്യുന്ന ജോജോ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവനിലൂടെയാണ് ഈ കഥ നറേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ നായകൻ അവനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോ ഒന്നും എല്ലാവർക്കും തുല്യമായ നായകന്റെ പ്രസക്തിയുള്ള ഒരു പടം അല്ല. ശരിക്കും പറഞ്ഞ ഒരു മെയിൻ റോൾ പോലും ഇല്ല. ഗണപതിയും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിനെ അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ മ്യൂസിക് മാത്രമാണ് കുറച്ച് അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഒരു യൂഷ്വൽ ഒരു പരിപാടി. ജംഷിദാരുടെ സിനിമാറ്റോഗ്രാഫി അടക്കം ഭയങ്കര ഇതാണ്. പിന്നെ ബോക്സിംഗ് ഫൈറ്റ് സീക്വൻസ് ഒന്നും അത്ര ഇംപ്രസീവ്. അത് അവര് ബോക്സിംഗ് ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ടല്ല ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അവര് തോന്നുന്നു ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുവാണ്, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ. നിങ്ങളൊരു നോർമൽ ഒരു ഫൈറ്റ് നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ. അവിടുത്തെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അവിടെ കുറച്ച് ആൾക്കാർ നിങ്ങൾ ഭീഷണിപ്പെടുത്താനുണ്ടാവും. അതിലൊരു കാറ്റഗറി ഒക്കെ നമ്മളെ പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് ഇത് കാറ്റഗറി തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇപ്പോ 65 kg ആണോ 55 kg ആണോ, അത് മത്സരത്തിന് തൊട്ട് മുമ്പ് സകല സംഭവങ്ങളും മാറി മറിയാം. നമ്മള് പലപ്പോഴും ഈ പറയുന്ന പോലെ കാറ്റഗറി മാറിപ്പോയി എന്ന് പറഞ്ഞ് രാത്രിയിലൊക്കെ ട്രെയിനിങ് എടുത്ത് നമ്മൾ കേട്ടല്ലോ. അതിന്റെ ഒരു റീസൺ ഒക്കെ പടത്തില് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇത് ഫുൾഫിൽ ചെയ്യുന്നില്ല ഒരിടത്തും. കാരണം ഈ ഒരു കേസ് മാത്രമേ അത് പറയുന്നുള്ളൂ. ഇതിന്റെ വേറെ ആസ്പെക്ട്സ് ഒന്നും പടത്തിൽ പറയുന്നില്ല. അപ്പൊ അത് മൊത്തത്തിലൊരു ഒരു മിക്സ്ഡ് ഒരു അവിയല് പോലെ ഒരു ചില കാര്യങ്ങൾ തോന്നും. പിന്നെ നെസ്ലിന്റെ പരിപാടിയാണെങ്കിലും കുറെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ആവും, ചിരിക്കാൻ തോന്നും. പക്ഷെ കുറെയൊക്കെ എയറിൽ പാറിപ്പോ, കുറെയൊക്കെ നമുക്ക് അങ്ങനെ വർക്ക്ഔട്ട് ആവും. ഇത് എന്തോ ഇങ്ങനെ കാണിക്കുന്നത്, ഇത് കാണിക്കാനാണോ ഇവർ ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്നൊരു തോന്നുന്നത് നമുക്ക് ആയിപ്പോ. കാരണം നെസ്ലിനെ അത് എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് അതിനകത്ത് സ്കോറിങ് സെറ്റപ്പ്.
ലുക്മാനും ഗണപതിയും അതേപോലെ വേറെ കുറച്ച് പേരുണ്ട്. അവരുടേതായ സ്കോർ ചെയ്യാനുള്ള സംഭവങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആക്ടേഴ്സ് വൈസ് ടെക്നീഷ്യൻസ് ഞാൻ പറയില്ല, എനിക്ക് അത്ര അടിപൊളിയായിട്ട് പറയില്ല. പക്ഷെ എല്ലാ ആക്ടേഴ്സിനും അതിനകത്ത് എല്ലാ പോർഷനും ഈവൻ അബുസലീമിന് ഒരു ജസ്റ്റ് സെക്കൻഡുകൾ ഒന്നുമാണ്. അബുസലീമിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് പടത്തിലുണ്ട്. കുറച്ച് മൂമെന്റ് ബോക്സേഴ്സ് ഉണ്ട്. ചുമ്മാ കൊണ്ടിട്ട് ഒരു പാട്ടിലിരിക്കുന്ന കാണിക്കുന്നല്ല കാണിക്കുന്നത്. ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും എക്സ്പ്ലെയിൻ. സത്യം പറഞ്ഞാൽ ഈ പടത്തില് എല്ലാ ക്യാരക്ടേഴ്സും ചില ഒരുപാട് ക്യാരക്ടേഴ്സ് ഇൻട്രോ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ആ ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കംപ്ലീഷനും പറഞ്ഞ ഇനിയാണ് ഒരു ഫസ്റ്റ് പാർട്ടിൽ കഥ അവസാനിക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വരുമോ പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്നും സെക്കൻഡ് പാർട്ടിൽ ഹിന്ദു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനി വേണമെങ്കിൽ പിടിക്കാൻ സെറ്റപ്പില് വേണമെങ്കിൽ പരിപാടിയാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ഉണ്ട്. ബോഡിയൊക്കെ എല്ലാവരും മീൻസ് ലുക്മാന്റെ ബോഡി, ലുക്മാൻ പിന്നെ കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു. ഗണപതിയൊക്കെ എന്നാ ചേഞ്ച്. ഗണപതി നെസ്ലിൻ ഭയങ്കര ചേഞ്ച്. പിന്നീട് വേറെ എടുത്തിട്ടില്ല മറ്റേ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് ഭയങ്കര രസമുള്ള പരിപാടിയൊക്കെ. കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവരും പേരും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണ്ടിരിക്കാം. ഒരു ബോക്സിംഗ് സിനിമ കാണാൻ പോണേനേക്കാൾ കൂടുതൽ അങ്ങനെ ബോക്സിംഗ് ഇഷ്ടപ്പെട്ട് പോണേനേക്കാൾ നമ്മൾ കുറച്ച് ഫണ്ണാക്കി ഒരു എന്റർടൈനിങ് ആവാൻ വേണ്ടി പോവാം. ചിരിക്കാൻ കുറച്ച് ചിരിക്കാനുണ്ട്. പക്ഷെ തല്ലുമാല ടൈപ്പ് വൈബുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ പ്രതീക്ഷിക്കുക അത് കുറച്ചുകൂടി വലിയ ആളുകളുടെ ഒരു പരിപാടിയാണ്. കുട്ടികളായതുകൊണ്ട് അതുകൊണ്ട് നെസ്ലിൻ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ ഏത് ലെവലായിരിക്കും എന്നുള്ളത്. ഒരു നാച്ചുറൽ പരിപാടിയാണ്. எனவே തിയേറ്ററിൽ പോയി കാണാം. നല്ലൊരു പടമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ സ്ട്രോങ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു പോയി കാണാം. അതായത് 150 തോന്നുന്നില്ല. നേരിട്ട് പോയി കാണാം. എപ്പൊ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ കമന്റ് ബോക്സിൽ. പടം കൊള്ളാം എന്നുള്ളത് നമുക്ക് തോന്നുന്നു.